DMCC President George, Secretary Henry Thomas, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പല സഭകളിൽ നിന്നും കടന്നുവന്നിരിക്കുന്ന സഭയുടെ നേതാക്കന്മാരായിരിക്കുന്നവർ, കൂട്ട സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. DMCCയുടെ ഈ ഫാമിലി ഗാദറിംഗ് എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അനേക വർഷങ്ങളുടെ ഓർമ്മകളാണ് മനസ്സിലുള്ളത്. അന്ന് ഞങ്ങളോട് കൂടെ പ്രവർത്തിച്ചതായിരിക്കുന്ന വളരെ അപൂർവ മുഖങ്ങളേ ഉള്ളൂ. ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാര്, പിന്നെ യുവാക്കന്മാര്, അല്ലെങ്കിൽ മധ്യവയസ്കരായിരിക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങള്, ഇതെല്ലാം കൂടിയാണ് ദൈവത്തിന്റെ സഭ. പിതാക്കന്മാരെ എന്ന് പറയുമ്പോൾ കുടി നനച്ചവരായിട്ട് അധികം പേരൊന്നും കാണാനില്ല. പാസ്റ്റോടുണ്ട്. ഒരു ദേവദാസ് പറയുന്നുണ്ടായി, തന്റെ സദസ്സിനെ നോക്കിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചിലര് മുടിയില്ലാത്തവരുണ്ട്, വേറെ ചിലര് വെളുത്ത മുടിയുള്ളവരുണ്ട്, വേറെ ചിലര് കറുത്ത മുടിയുള്ളവരുണ്ട്, മറ്റു ചിലര് കറുപ്പിച്ച മുടിയുള്ളവരുണ്ട്, വേറെ ചില ആൾക്കാർ വല്ലവരുടെയും മുടി വെച്ചവരായിട്ടുണ്ട്. അവരൊക്കെ പെട്ടവരുണ്ട്. ഞങ്ങൾ ചിലരൊക്കെ ഇപ്പോഴും വെളുത്ത മുടിയായിട്ട് നടക്കുകയാണ്. വയസ്സന്മാരെന്ന് പറയാമത്തെ ഏകദേശം 10-51 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കോൺഗ്രേഷനിൽ ആദ്യമായിട്ട് കടന്നു വന്നത്. വന്ന് ചില മാസങ്ങൾ കഴിയുമ്പോഴേക്കും അവര് എന്നെ പിടിച്ച് പ്രസിഡന്റ് ആക്കി. അന്ന് എനിക്ക് ഇത്രയും പ്രായമൊന്നുമില്ല. ആ വർഷത്തിലാണ് ഞങ്ങള് കോൺഗ്രേഷന്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ബൈലോ ഒന്ന് പുതുക്കി പണിത്. അതിനു മുൻപ് പലപ്പോഴും കോൺഗ്രേഷന്റെ ഒരു എന്താ പറയാ ഒരു ഫെലോഷിപ്പ്, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് കഴിയായിരുന്നു. എന്നാൽ അന്ന് കൂടിയ കമ്മിറ്റിയിൽ കുറെ കൂടി ആത്മീയമായ ദർശനമുള്ളവരുണ്ടായിരുന്നു. അതിൻ്റെതായിരിക്കുന്ന ചില രൂപീകരണങ്ങൾ, വ്യത്യാസങ്ങൾ വരുത്തുകയുണ്ടായി. ഇന്ന് അതിനേക്കാൾ കുറെ കൂടെ ദർശനമുള്ള സുഹൃത്തുക്കൾക്കുള്ള അനേക ദൈവമക്കൾ അതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ഫാമിലി കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറയണം എന്ന് എന്റെ മനസ്സിൽ ചിന്തിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വേദഭാഗം ഒരുമിച്ച് വായിക്കുകയും ചില ചിന്തകൾ എന്ന് പറയുകയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3 വാക്യങ്ങൾ. ഒരു കുടുംബം, ദൈവമക്കൾ ആയിരിക്കുന്ന എല്ലാവരും ചേർന്നവരാണ് ഒരു ദൈവത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. ദൈവമക്കൾ കാണി നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസ കുടുംബത്തിൽ അല്ലെങ്കിൽ ദൈവ കുടുംബത്തിൽ the family of God, ആ അംഗങ്ങൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചേൽപ്പിക്കുന്നവരാണ്.
നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ ഫാമിലി ആൽബം ഉണ്ട്, അല്ലയോ? ഇല്ലാത്തൊരു കുറവാണ്. ഇന്ന് എല്ലാം ഈ ക്യാമറയ്ക്കകത്തും പിന്നെ കുറേയൊക്കെ ക്ലൗഡിലൊക്കെയാണ് ഇന്നത്തെ ആൽബങ്ങൾ. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല. എല്ലാ വീട്ടിൽ ചെന്നാൽ ആ മേശയിൽ കാണും ഒരു ആൽബം, ഇല്ലയോ? വിവാഹം കഴിഞ്ഞ കാലത്തുള്ള പടം, അതിനുശേഷം മക്കൾ വരുമ്പോൾ അതിനൊക്കെ എല്ലാം ഒരു ആൽബമാണ്. അവിടെ കടന്നു വരുന്നത് ആദ്യം കാണുന്നത് ഈ ആൽബമാണ്. അത് നോക്കുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നോക്കിയാൽ അറിയാം ആ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, അല്ലയോ? യോഹന്നാന്റെ ഈ ലേഖനം ഒരു ഫാമിലി ആൽബമാണ്. അവിടെ നോക്കിയാൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾ ആരാണെന്ന് വകതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നാം ഈ വചന ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ലേഖനത്തിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പടം ഈ ആൽബത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ആൽബത്തിൽ പടമില്ലെങ്കിൽ നിങ്ങൾ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളല്ല. ഈ ലേഖനം വായിച്ച ഭാഗത്ത് കണ്ടത് ഈ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ ദൈവം കാണിച്ച മഹാസ്നേഹത്തെ കുറിച്ചാണ്. ഈ ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്, 105 വാക്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കുമ്പോൾ അത് എവിടെയെങ്കിലും നിങ്ങൾ ദൈവമകനാണ്, മകളാണ് എന്ന് നിങ്ങളെ മനസ്സിലാകത്തക്ക വണ്ണമുള്ള ഏതെങ്കിലും വാക്യം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് വായിച്ചിട്ട് എന്റെ ചിത്രത്തിൽ ഇല്ലല്ലോ എന്ന് തോന്നിയാൽ ദൈവസന്നിധിയിൽ നാം ഇരിക്കണം, നാം ദൈവമക്കളായി തീരാനായിട്ട് സാധിക്കണം. വേദപുസ്തകം ഒരു വംശാവലിയുടെ ഗ്രന്ഥമാണ്. ലോകത്തിൽ ഇതുപോലെയുള്ള വംശാവലിയുടെ ഒരു ഗ്രന്ഥമില്ല. നിങ്ങൾ നിലനിർത്താത്ത പുസ്തകമൊക്കെ വായിച്ചാൽ അതിന്റെ ഒന്ന് നിലനിർത്താതെ വായിച്ചാൽ അതിന് 10-15 അധ്യായങ്ങൾ മുഴുവൻ പേരുകളാണ്. ജനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുക. നമുക്ക് എത്ര തലമുറ ഓർമ്മയുണ്ട്? പ്രസിഡന്റിന് 4-5 തലമുറ ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് പ്രസിഡന്റായിട്ട് ഞാനായിട്ടും അറിയില്ല. നമ്മുടെ ഓർമ്മ പോലും 3-4 തലമുറ അങ്ങേയറ്റം. എന്നാൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയാൽ ആദാം മുതലുള്ള വംശാവലിയാണ് കൊടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശ്രദ്ധയായി ജനിച്ചാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞുകൊണ്ടാണ്. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ സൃഷ്ടിയുടെ വംശാവലി പറഞ്ഞുകൊണ്ടാണ്. ജനറേഷൻ ഓഫ് ദ ക്രിയേഷൻ. പിന്നെ അബ്രഹാമിന്റെ ആദാമിന്റെ ഒക്കെ പറഞ്ഞു വരികയാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അവസാനിക്കുമ്പോൾ വംശാവലി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദാം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരാണ് ദൈവത്തിന്റെ വംശാവലിയിലുള്ളത്, ദൈവത്തിന്റെ ആ ഫാമിലി ആൽബത്തിലുള്ളത്. കർത്താവ് തന്റെ തന്റെ ഈഹോവാസത്തിൽ പലപ്പോഴും തന്റെ കുടുംബത്തിലേക്ക് ആളുകളെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഈ വീട്ടിലെ അംഗങ്ങളായിത്തീരണം കർത്താവിന്റെ ആഗ്രഹങ്ങളാണ്. സഹോദരൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു, BMCCയുടെ അംഗങ്ങളിൽ പലരും ചിലരിപ്പോൾ ഇവിടെ ഉണ്ട്, ചിലര് സ്വർഗത്തിലാണ്. ശരിയാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഓഫീസ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർത്ത് ദൈവത്തെ പിതാവായ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് കോൺഗ്രിഗേഷന്റെ പഴയ പല അംഗങ്ങളും ഞങ്ങളോട് പ്രവർത്തിച്ച പലരും ഇന്ന് സ്വർഗത്തിലെ കുടുംബത്തിലെ അംഗങ്ങളാണ്, സ്വർഗത്തിലാണ്. ഞങ്ങളെ ചിലരിവിടെ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമായ ചിത്രമാണ് കുടുംബത്തിന്റെ ചിത്രം. 3 കാര്യങ്ങൾ പറയണമെന്ന ആഗ്രഹം സാധിച്ചില്ലെങ്കിലും ഞാൻ അതിന്റെ മാത്രം പറഞ്ഞിട്ട് പോകാം. ഒന്ന്, the way to enter into the family, the entrance to the family. കുടുംബത്തിലേക്കുള്ള
പ്രവേശനം. രണ്ട്, എൻജോയിങ് ദ ഫാമിലി. ആ കുടുംബത്തിൽ നാം എങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ സാധിക്കും. മൂന്നാമത്, ദി എൻലാർജിങ് ഓഫ് ദ ഫാമിലി. ആ കുടുംബം എങ്ങനെ വിശാലമാക്കി തീർക്കാം. അതിൽ ഇന്ന് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ള വലിയ ഉത്തരവാദിത്വം. ഇന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ദി എൻട്രൻസ് ടു ദ ഫാമിലി. നമ്പർ 2, enjoying the family. And number 3, enlarging the family. അപ്പോൾ ഒന്നാമത് ഈ കുടുംബത്തിലേക്ക് പ്രവേശിക്കണം. അതെങ്ങനെ സാധിക്കും? ഒരു ദിവസം കർത്താവിനെ കാണാനായിട്ട് ഒരു മനുഷ്യൻ വന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് നിക്കോദേമസ്. അദ്ദേഹം യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു, അല്പം പ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞ വൃദ്ധനായ ശേഷം എങ്ങനെ, അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. അദ്ദേഹം കാണാൻ വന്നത്, കർത്താവിനെ കാണാൻ വന്നത് ഒരു രാത്രി സമയത്തായിരുന്നു. അവിടെ രാത്രി എന്ന് പറയുമ്പോൾ അക്ഷരീയമായ രാത്രി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഇരുട്ട്. He was living in darkness. അദ്ദേഹം പറഞ്ഞ ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ, കർത്താവേ നീ ഇന്ന ആളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അല്ലയോ? 3-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ John's Gospel chapter 3. ഞങ്ങൾ അറിയുന്നു. അല്ലേ? ഇനി അതിന്റെ 10-ാം വാക്യം വായിക്കുക. നീ ഇത് അറിയുന്നില്ലയോ? അത് തുടങ്ങി ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങൾ അറിയുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു വന്ന് അവനെ മനസ്സിലാക്കിയ കാര്യം, ഒന്നും അറിയാൻ പാടില്ല. ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു പിടിയില്ല. ഇന്ന് രാത്രി, ഇന്ന് രാവിലെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിൽ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അറിവ്. അവനോട് വന്ന് കർത്താവിനോട് സംസാരിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്ക് നീ എന്ത് ചെയ്യണം? നീ വീണ്ടും that is the way to enter into this family. Only one way and only one way. ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ, അല്ലെങ്കിൽ ഭൂമിയിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ളത് 4 വഴികൾ വഴിയാണ്. By the way, 4 ways. The first way, by the way of creation. അതാണ്. Number 2, by the way of formation. അതാണ് ഹവ്വ. Number 3, by the way of incarnation. യേശു ക്രിസ്തു. അല്ലയോ? And 4, by the way of birth, normal birth. കർത്താവ് ഒന്നും കൂടെ പറഞ്ഞു, there is another way, by the way of regeneration you can enter into the family of God. ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാം ജനിച്ചു വരാം. ഇവിടെ എല്ലാവരും ഇല്ലാത്ത വേറെ വഴിക്കുന്നവർ ആരുമില്ല. അല്ലോ, ആദാം എന്ന വഴി വേറെ, ഹവ്വയുണ്ടാക്കിയ വഴി വേറെ, കർത്താവ് എന്ന വഴി വേറെ. മറ്റെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. എന്നാൽ ജനിച്ചവർക്ക് the Lord has provided a new way. You can enter into the family of God by new regeneration. പുതുജനനം, വീണ്ടും ജനിക്കുക. ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി അമ്മയുടെ ഗർഭത്തിൽ പോയി വീണ്ടും ജനിക്കണം. അദ്ദേഹം പറഞ്ഞു, വെറും ഒരു വിടുത്തരാന്ന് മനസ്സിലാക്കരുത് കേട്ടോ. അദ്ദേഹം ഉദ്ദേശിച്ചത്
ഈ വയസ്സനായ ആള് ഗർഭത്തിൽ പോകേണ്ട കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞത്. ഇത്രയും നാൾ ഞാൻ ജീവിച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾ അവ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? How can I have a new beginning in my life? എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം ഉണ്ടാകാൻ സാധിക്കും. കർത്താവ് പറഞ്ഞത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാവും പിതാവുമാണല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ ആത്മീയ ജനനത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ വചനം, 2 the Holy Spirit. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, അത് കംപ്ലീറ്റ് ദൈവത്തിന്റെ ഒരു വേലയാണ്. കർത്താവ് പറഞ്ഞു വന്നു. ഞാൻ അവർക്ക് വായിക്കുമ്പോൾ അതിന്റെ 13 വായിച്ചൊക്കെ കർത്താവ് പറഞ്ഞത് കണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി മനുഷ്യനല്ലാതെ ആരും എന്താ പറയാൻ കാരണം? സ്വർഗത്തിലെ കാര്യം അറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിക്കോളസ് പറയാൻ നിങ്ങൾക്ക് അത് കഴിയില്ല, നിന്റെ അറിവുകൊണ്ടൊന്നും സാധ്യമല്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളുണ്ട് ഇവിടെ. അവൻ സ്വർഗത്തിലെ കയറി പോകുന്നവനാണ്. അവന് മാത്രമേ നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞിട്ട് കഥ പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇതിനാ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? സർപ്പം കഴിക്കുമ്പോൾ ആളുകൾ മരിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു മരത്തിന്മേൽ ഒരു പിറ്റേ സർപ്പത്തെ ഉയർത്തുകയായി. അത് നോക്കുന്നവൻ മരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു മാർഗമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മഹാസദസ്സിൽ ഇതുവരെയും വീണ്ടും ജനനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു കർത്താവുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചസർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തപ്പെട്ട ഒരു രക്ഷിതാവുണ്ട്. അവൻ ചോദിച്ചു, 2 ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ് സാധിക്കേണ്ടതെന്ന് അല്ലേ? ആദ്യം ചോദിച്ചല്ലോ അതെങ്ങനെ സാധിക്കുമെന്ന്. അതിന്റെ 10-ാം വാക്യം വായിക്കണം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു മറുപടിയാണ്, എന്താ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അതിനുശേഷം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാനൊക്കെ വന്നം. ചെയ്യണം, നോക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ 2026 ഫാമിലി ഗാലറിയിൽ കൂടിയിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ കർത്താവ് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ അവൻ വിട്ടു മടക്കിയിട്ട്, കർത്താവേ എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, ഞാൻ നിന്റെ കുടുംബത്തിന്റെ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. I want to be in the family album. That is the way to enter into the family of God. ആ കുടുംബത്തിലേക്ക് വന്നവർക്ക് ആണോ എന്നറിയാനായിട്ട് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്റെ ലേഖനത്തിൽ. The birthmarks of the children of God.
ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മറുകയല്ലേ? കുട്ടികൾ ജനിക്കുമ്പോ മറുക എവിടെയും കാണും. അന്വേഷിച്ച് നോക്കി കണ്ടിട്ടില്ലെങ്കിൽ എന്താ ജനങ്ങൾ ഉത്തരായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ചില അടയാളങ്ങൾ ദൈവവചനത്തിൽ ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്. വാക്യങ്ങൾ മാത്രം വായിക്കാൻ സമയമുള്ളൂ. ആദ്യത്തേത് 1 യോഹന്നാൻ 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. നീതി ചെയ്യുന്നവൻ അവനിൽ നിന്ന്. ഈ ലേഖനം വായിച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവെന്ന വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നീതി ചെയ്യുന്നവരൊക്കെയും. ഇനി 3-ാമത്തെ 9-ാം വാക്യം. അവിടെ ഉപയോഗിക്കുന്നത് അവർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നാണ്. രണ്ടു നിലയിൽ ചിന്തിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിത്ത് ഹൃദയത്തിൽ വീണതുകൊണ്ടാണ്. ആ ദൈവം പറഞ്ഞ വിത്ത് ഹൃദയത്തിൽ വന്നിട്ടാണ് നാം ജീവൻ പ്രാപിക്കുന്നത്. ആ പ്രകൃതിക്ക് ഒരിക്കലും പ്രാപം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിശ്വസിച്ച ദൈവമക്കൾ അവർ പാപത്തിൽ അകപ്പെടുകയില്ലെന്ന് പറയാൻ നിർത്തിയില്ല. യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പാപം ചെയ്താൽ. എന്നാൽ അവർ ഒരിക്കലും പാപത്തിൽ തുടരുന്നവരായിരിക്കില്ല. നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ച ഏതെങ്കിലും പാപം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ആത്മഹത്യയിൽ നിങ്ങളുടെ പണം കാണാൻ ബുദ്ധിമുട്ടാണ്. 7-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കുള്ള മറ്റൊരു അടയാളമാണ് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത്. 5-ാം വാക്യം വായിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൽ ജനിച്ചവരെയും സ്നേഹിക്കുന്നു. 2-ാമത്തെ ബർത്ത്. 3-ാമത്തേത് വായിച്ചോളൂ. 5-ാമത്തെ 4-ാം വാക്യം. ലോകത്തെ ജയിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തെ ജനിച്ചിരിക്കുന്നവർ. 3-ാമത്തെ അടയാളം. 4-ാമത്തേത് 5-ാമത്തെ 18-ാം വാക്യം. ദൈവത്തിൽ ജനിക്കുന്നവരാ. പിന്നെ അടുത്ത വാക്യം തുടർന്ന് വായിച്ചോളൂ. പിശാചിന്റെ മേൽ വിജയം വരിച്ച് ജീവിക്കുന്നവരാണ് ഒരു ദൈവത്തിന്റെ പൈതൽ. ദൈവത്തിന്റെ പക്കലുള്ള 4 അടയാളങ്ങളാണ് നാം വായിച്ചത്. ഈ ബർത്ത് നമുക്കുണ്ടോ എന്ന് നമ്മൊന്ന് പോയി വീട്ടിൽ പോയി ശരീരം പരിശോധിച്ച് നോക്കുക. എന്റെ ജീവിതത്തിൽ ഞാനിത് പാലിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ you are not in the album of the family of God. ഇനി രണ്ടാമത്തെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് സമയമുണ്ടായി. എൻജോയിങ് ദ ഫാമിലി. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആശ്രയിക്കേണ്ട ജീവിതം. ചില നമ്മുടെ വിശ്വാസികളെ കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ അയ്യോ ഞാനിൽ നിന്ന് പെട്ടുപോയല്ലോ എന്നൊരു ബാധിച്ചു. അല്ലയോ? എന്തിനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ബലപിച്ചുകൊണ്ട് നടക്കുന്നത് പോലാണ് മുഖം നോക്കിയാൽ ഉള്ളിൽ ശരിയായിരിക്കും കേട്ടോ. ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യേണ്ട ജീവിതമാണ്. ആ പിതാവിന്റെ വീട്ടിലേക്ക് ആ മുടിയേറ്റം വന്നല്ലോ അല്ലേ? വന്നപ്പോ എന്താ അവിടെ വായിക്കുന്ന അവൻ ആനന്ദിച്ച് തുടങ്ങി. അതിൽ തുടങ്ങാൻ പിന്നെ നല്ല ചേട്ടനോട് അവൻ പറഞ്ഞത് സ്നേഹിതന്മാരോട് കൂടെ അവരത്ര വിഷയമാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ ആനന്ദിക്കുന്നവരാണ്. They are enjoying the Christian life. ആ കുടുംബത്തിന്റെ പ്രത്യേകത there is a family food available in God's family. ദൈവത്തിന്റെ ഭവനത്തിൽ നമുക്ക് സമൃദ്ധിയായി ആഹരിക്കാനുള്ള
ആഹാരം അവൻ ഒരുക്കിയിട്ടുണ്ട്. തടിപ്പിച്ച കാലക്കുട്ടിയെ ദുരാളുകൊണ്ടൊന്നും തീർക്കാൻ കഴിയുക. നമ്മുടെ ആയുഷ്കാലങ്ങളിൽ നമുക്ക് ആനന്ദിക്കുവാൻ ആഹ്ലിക്കുവാൻ മതിയായ കരുതലുകൾ നിർവഹിക്കുന്നത് എന്താണത്? ദൈവത്തിന്റെ വചനം. ഇന്ന് അതിന് നമുക്ക് പലർക്ക് സമയമില്ല. നമ്മളെല്ലാം വലിയ തിരക്ക് പിടിച്ച ആളുകളാണ്. അതുകൊണ്ട് പലപ്പോഴും ദൈവം വായിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. നേരം എടുക്കുക, ഓടുക, കഴിഞ്ഞു. ദൈവത്തിന് അത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് ലഭിക്കേണ്ട ഒന്നാണ്. ഈ ദൈവത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, നാം വളരണമല്ലോ. വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഘടകമാണ് ദൈവത്തിന്റെ വചനമാകുന്ന ആഹാരം. ഇന്ന് നമ്മുടെ പല വിശ്വാസികളെയും കണ്ടാൽ നാട്ടിൽ പറയും ഗ്രഹി പിടിച്ചവരും പോയാണ് അല്ലയോ. ആരോഗ്യമില്ലാത്ത എന്തുകൊണ്ടാണ് വരുന്നത്? ശരിയായ ആഹാരം കഴിക്കുന്നതെല്ലാം വാസ്റ്റ് ഫുഡാണ് അല്ലേ എല്ലാവർക്കും. ഇന്ന് ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നാൽ ഇതാ വരുന്ന പ്രസംഗം, ഇഷ്ടംപോലെ പ്രസംഗം വരും. ദൈവം വായിക്കാനോ ധ്യാനിക്കാനോ നമുക്ക് സാധിക്കാതെ പോകുമ്പോഴാണ് നാം ആത്മീയമായി രോഗികളായിട്ട് തീരുന്നത്. അവരെ കൊണ്ടാണ് സഭകളിലെ ഏറ്റവും വലിയ പ്രയാസം. ആത്മീയമായ ആരോഗ്യമുള്ളവരായി തീരുവല്ലക്കൊണ്ടും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ 15 വായിച്ചാൽ വായിക്കാം. ജെറമ്യാ 15:16 പരിചയമുള്ള വാക്യങ്ങളാണ്. നിന്റെ വചനം സന്തോഷവും എന്റെ ഹൃദയത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ പ്രബോധിക്കുവാൻ ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഓർമ്മയിടല്ലേ? അവന്റെ വചനത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹാപ്പി ഈസ് ദ മാൻ. Where is the secret of joy in Christian life? How can you enjoy Christian life? എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുകയും അതിൽ നാം ആഹരിക്കുകയും ചെയ്യണം. അത് അപ്പമാണല്ലോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന് തേനാണ്. നാം സങ്കീർത്തനം വായിച്ചാൽ കാണാം. 119 സങ്കീർത്തനം അല്ലയോ. തേന പോലും മധുരമുള്ളതാണ്. തേനയിലും മധുരം. ദൈവത്തിന്റെ വചനമാണ് ദൈവം തെളിയിക്കുന്ന ഏറ്റവും വലിയതായ ആഹാരം. അത് നാം ധ്യാനിക്കണം, അതിൽ നാം സന്തോഷിക്കണം. ദൈവകുടുംബത്തിന്റെ മറ്റൊരു കാര്യം, not only there is a family food, there is a family fellowship. നമുക്ക് അന്യോന്യം നാം ആവശ്യമുള്ളതാണ്. അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ ആവശ്യമുണ്ട്, അനുഗ്രഹം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമുള്ളതാണ് ആത്മീയമായിരിക്കുന്ന ഒരു പ്രോത്സാഹനം, ഒരു എൻകറേജ്മെന്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രായമുള്ളവർക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഈ പ്രാദേശിക സഭാ കൂടുതലോട് പ്രധാന ഉദ്ദേശമുള്ളതാണ് എന്താണ്? അന്യോന്യമുള്ള കൂട്ടായ്മ. നാം ആരും ഒറ്റയാന്മാരായി നടക്കാൻ പാടില്ല. സ്വതന്ത്രരായിരിക്കുന്ന ആൾക്കാർ സ്വതന്ത്രരാണ്, എവിടെയും പോകുന്നില്ല. വേറെ ആൾക്കാർ അവിടെ പോയി ടേസ്റ്റ് നോക്കും, അതൊക്കെ ചെയ്യുകയും അപ്പുറത്ത് പോയി ടേസ്റ്റ് നോക്കും, സ്ഥലത്ത് നിൽക്കുകയും. You will never enjoy the fellowship of the Lord. ദൈവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ ആ ബാന്ധവത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നാം വായിക്കുന്നുണ്ട് സഭാപ്രസംഗിയിൽ ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. പിന്നെ അനേക ഗുണങ്ങൾ പറഞ്ഞിട്ട് വീണാൽ തണുപ്പ് വന്ന് അങ്ങനെ അനവധി ഗുണങ്ങൾ പറയുന്നു. സൗകര്യമില്ലാതെ ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഒരേ ജീവന്റെ അവകാശികളാണ്, ഒരേ പിതാവിന്റെ മക്കളാണ്, ഒരേ ഭവനത്തിന്റെ അംഗങ്ങളാണ്. ആ നിലയിൽ നമുക്ക് ഉള്ള ആ കൂട്ടായ്മ ബന്ധത്തെ നാം പ്രോത്സാഹിപ്പിക്കണം.
നാം അതിൽ വളരണം, നാം അതിനെ ശക്തി പകരുന്നവരായിട്ട് നാം തീരുന്നു. അതുകൊണ്ടാണ് എബ്രായർ വായിക്കുന്നത്, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം വിചാരിച്ച ആൾക്കാരുണ്ടായിരുന്നവിടെ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വിളിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിശ്വാസ കൂട്ടങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തീയ കുടുംബത്തിന്റെ ആസ്വാദനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ വരുന്ന ആളുകളിൽ അത് പ്രായോഗികമാക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. There is a family future. There is a family food, family fellowship, family. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കാമിന പിതാവിന്റെ വലിയ, പിന്നെ അടുത്ത നാം എന്താകുന്നതുപോലെ വെളിപ്പെടുത്തി, പിന്നെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരായി ആകും. അതാണ് പത്രോസ് പറയുന്ന ജീവനുള്ളതായിരിക്കുന്ന പ്രത്യാശ. ദൈവമക്കളെ, ഇന്ന് നമുക്ക് അനേക പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മറ്റനവധി പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും ലോകത്തൊക്കെ നടപ്പുണ്ട്. എന്നാൽ ഈ ലോകത്തുള്ളതല്ലല്ലോ നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. അവന്റെ വരവിന്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. നാം അവനെ താൻ ഇരുന്നത് പോലെയല്ല, ഇരിക്കുന്നത് പോലെ അവൻ ഇരുന്ന കാര്യം നമുക്കറിയാം. അവനെ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ ആരാധിച്ചില്ല, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന് നാം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് എന്താണ്? ഈ കുടുംബത്തിന്റെ ആത്മത്തിൽ നിങ്ങൾ മതമുണ്ടോ? കുഞ്ഞുങ്ങളെ, is your picture in the family album of God? Have you put your trust in the Lord Jesus Christ? ഇല്ലെങ്കിൽ ഇതുപോലെയാണ് സമയത്ത് ഈ കോൺഗ്രിഗേഷന്റെ ഫാമിലി ഗാദറിംഗിൽ നാം ഒരുമിച്ചിരിക്കുമ്പോൾ നാം പാടി, നാം സന്തോഷിച്ചു, അനേകം കുഞ്ഞുങ്ങൾ നല്ല പ്രോഗ്രാംസ് എല്ലാം കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ ദൈവത്തിന്റെ കുടുംബത്തിലെ ആ ആത്മത്തിൽ നിങ്ങളുടെ പണം കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ അന്നൊരു വലിയ ഫാമിലി ആൽബം ഉണ്ടാകും. ഇന്ത്യ തീരാത്ത വിശ്വന്മാരുടെ ഒരു സംഗമം, സകല ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാർ ഒരുമിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനുണ്ടാകെ വീണുമടങ്ങി കുഞ്ഞാടിലേക്കപ്പെട്ടു. ഇത് രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആ മഹാകുടുംബം, ആ മഹാസമ്മേളനം ഇന്ന് നമുക്ക് പലപ്പോഴും കൂടുതലാണ്. എന്നാൽ അന്ന് ഈ വലിയ ഫാമിലി ആൽബം അവിടെ പ്രദർശിക്കുമ്പോൾ നിങ്ങളവിടെ കാണുമോ? നിങ്ങളവിടെ പ്രത്യക്ഷമാകും. അങ്ങനെയില്ലെങ്കിൽ ഞാനോട് അവസാനിപ്പിക്കട്ടെ. ഈ മധ്യാഹ്ന സമയത്ത് ശാന്തമായി നിങ്ങളേറ്റ് പറയും, കർത്താവേ, ഞാനൊരു ഭാവിയാണ്, എനിക്ക് വേണ്ടി ദർശനം വിശ്വസിക്കുന്നു, നീ എന്റെ മകനാക്കി സ്വീകരിക്കണമേ. ആ പിതാവ് ചെയ്തതുപോലെ
അവൻ കടന്നു വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും. അതുപോലൊരു സ്നേഹവാനായ പിതാവാണ് നമ്മുടെ പിതാവ്. കാമി നാം ദൈവഭക്തൻ എന്ന് വിളിക്കപ്പെടുക ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവനാമം